ഈ കപ്പ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മണ്ണിൽ വ്ളാത്താങ്കര മണ്ണിൽ ഏറ്റവും ഫേമസ് ആണ്. കൃഷിക്ക് ഏറ്റവും ഉചിതമായ ഒരു 5-6 മാസം ആകുമ്പോൾ വിളവെടുക്കാൻ സാധിക്കും. ഈ കപ്പ വ്ളാത്താങ്കരയിൽ ഫേമസ് ആക്കിയതും വികസിപ്പിച്ചതും ഞാനാണ്. പല ഐറ്റം കപ്പ ഞാൻ വികസിപ്പിച്ച്, എന്നാൽ തന്നെ നമുക്കിപ്പോൾ ആദായം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ കപ്പയാണ്. പെട്ടെന്ന് വെള്ളം കയറിയാൽ അഴുകില്ല. ഒരു മൂടി 25 കിലോ വരെ, 1 കിലോ അര കിലോ തൊട്ട് 25 കിലോ വരെ പ്രതീക്ഷിക്കാം. ഇത് മൂട്ടിൽ ഈട് കൂടുതലാണ്. ഇത് ഈ മനുഷ്യന് കറങ്ങി വരും. രാജൻ പൂവക്കുടിയാണ്. സ്ഥലം വ്ളാത്താങ്കര. കൃഷി എനിക്ക് കിഴങ്ങ് കൃഷിയാണ് മെജിനായിട്ടുള്ളത്. അതിനേക്കാൾ ഒരു പച്ചക്കറിയുണ്ട്. പച്ചക്കറിയിൽ പല രീതിയിലുള്ള പച്ചക്കറി എനിക്കുണ്ട്. എന്നാൽ നമ്മളെ എല്ലാ സുഹൃത്തുക്കളും നമ്മളെ മരിച്ചിനെ കപ്പ ഒന്ന് ശ്രദ്ധിക്കുക. ഈ കപ്പ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മണ്ണിൽ വ്ളാത്താങ്കര മണ്ണിൽ ഏറ്റവും ഫേമസ് ആണ്. കൃഷിക്ക് ഏറ്റവും ഉചിതമായ ഒരു 5-6 മാസം ആകുമ്പോൾ വിളവെടുക്കാൻ സാധിക്കും. ഈ മണ്ണിന് ഏറ്റവും സേഫ്റ്റിയാണ്. നമ്മൾ ഈ മണ്ണിന് ഏറ്റവും സേഫ്റ്റിയായ ഒരു മനുഷ്യനെയാണ് കപ്പയാണ് ഇത്. ഈ മണ്ണിൻ്റെ ഘടന ടെമ്പർ കൂടിയ മണ്ണാണ്. അത് ഇഷ്ടികയ്ക്ക് പറ്റിയ മണ്ണാണ്. അപ്പോഴും പിന്നെ ഇത് പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ ഈ മണ്ണിലേക്ക് പറ്റിയ കമ്പാണ്. ഈ കപ്പ വ്ളാത്താങ്കരയിൽ ഫേമസ് ആക്കിയതും വികസിപ്പിച്ചതും ഞാനാണ്. പല ഐറ്റം കപ്പ ഞാൻ വികസിപ്പിച്ച്, എന്നാൽ തന്നെ നമുക്കിപ്പോൾ ആദായം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ കപ്പയാണ്. വെയിറ്റ് കൂടുതലാണ്, എന്നാൽ നമുക്ക് ഏറ്റവും മരിച്ചിന് ഈട് കൂടുതലാണ്. ഒരുപാട് പിടുത്തം ഉണ്ടാവും. പെട്ടെന്ന് അഴുകുകയില്ല. പെട്ടെന്ന് വെള്ളം കയറിയാൽ അഴുകില്ല. ഒരു മൂട് നമുക്ക് എത്ര കിലോ പ്രതീക്ഷിക്കുകയാണെങ്കിൽ? ഒരു മൂടി 25 കിലോ വരെ, 1 കിലോ അര കിലോ തൊട്ട് 25 കിലോ വരെ പ്രതീക്ഷിക്കാം. എത്ര നാളായി ചേട്ടാ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇത് ഈ മനുഷ്യന് ഞാൻ കൂടെ ഒരു 2.5-3 വർഷം തന്നെ ആയി. ഇത് റേറ്റ് കൂടുതലാണോ? ഇല്ല, വിപണനത്തെ ഒരേ മാർക്കറ്റ് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഈ മരിച്ചിന് മാത്രമല്ലല്ലോ, കമ്പ് വിൽക്കുന്നില്ലേ? കമ്പ് എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഓക്കെ. TTCL തന്നെ മിനിമം കമ്പ് തന്നെ പവിത്ര, രക്ഷ, നമ്മളെ ഈ കമ്പനി പേരിട്ടില്ല. അവർ പുറത്തും നമ്മളെ രാജ്യങ്ങളെല്ലാം ഏകദേശം സ്ഥലങ്ങളിൽ പോവുകയാണല്ലോ. TTCL നമ്മൾ കൂടുതൽ വിപണനം നടത്തുന്നത്. പിന്നെ ഇവിടെ പല കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് മൂട്ടിൽ ഈട് കൂടുതലാണ്. ഇത് ഈ മനുഷ്യന് കറങ്ങി വരും. ഇത് 5.5 മാസം വരും. 5.5 മാസം ആകുമ്പോൾ വിളവെടുക്കാൻ കഴിയുമോ? 5-6 മാസം ആകുമ്പോൾ വിളവെടുക്കാൻ സാധിക്കും. ഇത് ഫേമസ് ആയില്ല, എന്നാലും പിന്നെ ഇത് 5-6 മാസം. ഇതിപ്പോൾ 5.5 മാസത്തെ പഴക്കമുള്ളൂ. ചേട്ടൻ പറഞ്ഞാൽ ഇനിയും ഇതിനകത്ത് വിളവ് വരുമെന്നാണോ? കയറും. ഒന്നും ആയില്ലല്ലോ. കസ്റ്റമർ നമ്മൾ വിളിച്ച് ചോദിച്ചാൽ കമ്പ് അവർ പിന്നെ നമുക്ക് എക്സ്പോർട്ടും ചെയ്യാൻ സാധിക്കില്ല. കസ്റ്റമർക്ക് നമ്മൾ ഇവിടെ വന്ന് കൊടുത്താൽ നേരിട്ട് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പതിവ്. അങ്ങനെ ഒരുപാട് പേര് വന്ന് വാങ്ങുന്നു. അനേകം ആൾക്കാർ കസ്റ്റമർ വന്ന് വാങ്ങാറുണ്ട്.